ആദ്യം ഞങ്ങൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞങ്ങൾ ഗീത ഇൻ്റർനാഷണൽ ടൂർസ് ആൻഡ് ട്രാവൽസിനെ പ്രതികരിച്ചുകൊണ്ട് വന്നതാണ്. ഞങ്ങളുടെ ഒരു സംരംഭം നിങ്ങളോട് എല്ലാവരോടും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും നിങ്ങളുടെ മാധ്യമത്തിൻ്റെ ഒരു സഹായം ഞങ്ങൾക്ക് അമ്മമാരെ കണ്ടെത്തുന്നതിന് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. MLA VK പ്രശാന്ത് ആയിരുന്നു പ്രസ് മീറ്റ് നയിക്കാൻ വരാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് സമയത്തിന് എത്താൻ സാധിച്ചിട്ടില്ല. ഗീത ഇന്റർനാഷണലിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് ഗീത രാധാകൃഷ്ണൻ ആൻഡ് രാധാകൃഷ്ണൻ. നവീൻ ശ്രീനിവാസൻ, ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ ഇൻ ഗീത ഇന്റർനാഷണൽ. ഇത് പ്രദീപേട്ടനാണ്, ഞങ്ങളുടെ സുഹൃത്താണ്, മെഡിക്കൽ കോളേജിലെ സ്റ്റാഫാണ്. ബാക്കിയുള്ള ഒരു ഡീറ്റെയിൽസ് പറയുന്നതിന് വേണ്ടി നമ്മുടെ ഡെവലപ്മെന്റ് മാനേജറെ ക്ഷണിക്കും. നമ്മളെല്ലാവരും ഒരു പക്ഷേ ലൈഫിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ്പോൺ ചെയ്യുന്ന നമ്മുടെ അച്ഛനമ്മമാർക്ക് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും കാര്യമായിരിക്കാം. പേഴ്സണലി പറഞ്ഞാൽ ഞാൻ അമ്മയ്ക്ക് വേണ്ടി എപ്പോഴും കുറേ കാര്യങ്ങൾ ചെയ്യണം എന്ന് വെച്ചു. പക്ഷെ അതിനിടയ്ക്ക് സുഹൃത്തുക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഓഫീസ് കാര്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും മാറ്റി വയ്ക്കാറാണ് പതിവ്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ പറയും കുഴപ്പമില്ല, അത് നമുക്ക് ഇനിയും പോകാമല്ലോ. അങ്ങനെ നമ്മളെല്ലാവരും ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് എടുക്കുന്ന ആൾക്കാരാണ് നമ്മുടെ അച്ഛനും അമ്മയും. ഈ ഒരു ഈവൻറ്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന സൊസൈറ്റിക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്ന് വെച്ചാൽ അച്ഛനമ്മമാർക്ക് വേണ്ടി നമ്മൾ ചെയ്യാൻ എന്തെങ്കിലും കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് ദയവായി സമയത്തിന് ചെയ്യുക. നാളെ ഒരു പക്ഷേ നമ്മളത് ചെയ്യാൻ നിൽക്കുമ്പോഴത്തേക്കും അവർ ഈ ഭൂമിയിൽ ഉണ്ടാവണം എന്നില്ല. ഞാൻ ഗീത്തിൻ്റെ പാർട്ടായിട്ട് ഇപ്പം 2 മാസമേ ആവുന്നുള്ളൂ. ഞാനിവിടെ ജോയിൻ ചെയ്തപ്പോൾ തന്നെ ഞങ്ങളുടെ മാനേജിങ് ഡയറക്ടർ ഗീത മാം എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമായിരുന്നു. മാമിൻ്റെ അമ്മയ്ക്ക് എന്നും വിമാനത്തിൽ കയറണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. മാം ഈ ട്രാവൽ ഫീൽഡിൽ നിന്ന് 30 വർഷമായി. പക്ഷെ അപ്പോൾ എപ്പോഴും മാം വിചാരിക്കും ഓക്കെ അമ്മയല്ലേ കൊണ്ടുപോവാം. പക്ഷെ അങ്ങനെ വിചാരിച്ച് അൺഫോർച്ചുനേറ്റ്ലി അമ്മ മരിച്ചുപോയി. ഓരോ തവണയും മാം വിമാനത്തിൽ കയറുമ്പം ആ ഒരു മിസ്സിങ് മനസ്സിലിങ്ങനെ വേദനയായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരു ആശയത്തിൽ നിന്നാണ് നമ്മളിത് ഈ മദേഴ്സ് ഡേക്ക് വേണ്ടി ഇങ്ങനൊരു പ്ലാൻ വെച്ചേക്കുന്നത്. ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള 10 അമ്മമാരെ നമ്മൾ ഓപ്പണായിട്ട്, അതിൽ ഒരു പാർഷ്യാലിറ്റി ഒരു ഇതുമില്ല, നമ്മൾ ഓപ്പണായിട്ട് സോഷ്യൽ മീഡിയയിലും നിങ്ങൾക്ക് അറിയാവുന്ന മാക്സിമം മെസ്സേജ് സ്പ്രെഡാക്കുക. ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന ഹെൽത്തി ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന 10 അമ്മമാരെ ഫ്രീ ആയിട്ട് നമ്മൾ വിമാനത്തിൽ കയറി തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചി കൊണ്ടുപോകും. കൊച്ചിയിൽ നമ്മൾ ഒരു ക്രൂസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവരെ കറക്കി അന്ന് അവിടെ സ്റ്റേ ചെയ്ത് അടുത്ത ദിവസം വൈകിട്ട് വന്ദേ ഭാരതിൽ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് റിട്ടേൺ. ഇത് നമ്മളൊരു CSR കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ പാർട്ടായിട്ടും കൂടെ ആണ് ചെയ്യുന്നത്. ഇത്തരം ആക്ടിവിറ്റീസ് ഇനിയും ഭാവിയിലും ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഞാൻ ഇതിൻ്റെ ഒരു ജസ്റ്റ് ഒരു എന്താണ് അന്നത്തെ ഡേ നമ്മൾ ചെയ്യുന്നതെന്നൊന്ന് പറയാം. മെയ് 11-ാം തീയതി ഞങ്ങൾ രാവിലെ 10 മണിക്ക് ട്രിവാൻഡ്രം ഡൊമസ്റ്റിക് എയർപോർട്ടിൽ മീറ്റ് ചെയ്യുന്നതാണ്. അത് കഴിയുമ്പോഴത്തേക്കും ഒരു ഈവൻറ്റ് ഫ്ലാഗ് ഓഫ് കാണും. അത് ഏതെങ്കിലും വിശിഷ്ട വ്യക്തി ആയിരിക്കും നിർവഹിക്കുന്നത്. 12:05 ഇവിടുന്ന് ഇൻഡിഗോ ഫ്ലൈറ്റിൽ നമ്മൾ കയറി കൊച്ചിയിലെത്തും. കൊച്ചിയിൽ നമ്മളെ സ്വീകരിക്കാൻ ഒരു ഈവൻറ്റ് മാനേജ്മെൻറ്റ് ടീം അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവിടുന്ന് അവരെ ബസ്സിൽ, ഒരു AC ബസ്സിൽ നമ്മൾ താമസം എടുത്തേക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ ലഞ്ച് കൊടുത്ത് അവർക്കൊന്ന് വിശ്രമിക്കാൻ സമയം കൊടുത്ത ശേഷം വൈകുന്നേരം മെറൈൻ ഡ്രൈവിൽ കൊണ്ടുപോയി അവരെ ഒരു 2 മണിക്കൂർ സൺസെറ്റ് ക്രൂസിൽ നമ്മൾ കൊണ്ടുപോകുന്നതാണ്. വന്ന ശേഷം ഡിന്നർ കഴിഞ്ഞ് അക്കോമഡേഷനിൽ പോയി ഒരു ക്യാമ്പ് ഫയറും അവർക്കൊക്കെ പറയാനുള്ള കഥകളോ കാര്യങ്ങളൊക്കെ കേട്ട് അന്നത്തെ ദിവസം അവിടെ സ്റ്റേ ചെയ്ത് അടുത്ത ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കൊച്ചി മെട്രോയിൽ അവരെ ഒന്ന് റൈഡ് കൊണ്ടുപോയിട്ട് കൊച്ചിയുടെ മെയിൻ പാർട്സ് ഒക്കെ നമ്മൾ ബസ്സിലൊന്ന് കറക്കി ഉച്ചയ്ക്ക് നമ്മളെല്ലാം അസംബിൾ ചെയ്ത് ലഞ്ചിന് ശേഷം കുറച്ച് വിശ്രമം കഴിഞ്ഞ ശേഷം വൈകിട്ട് 7:30 വന്ദേ ഭാരതിൽ തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ചെറിയൊരു പ്രോഗ്രാം സക്സസ് ആവാൻ നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. നമ്മൾ 10 അമ്മമാരെയാണ് കൊണ്ടുപോകുന്നത്. 60 വയസ്സിനും 75 വയസ്സിനും ഇടയിലുള്ള പ്രായത്തിൽ യാത്ര ചെയ്യാൻ ഹെൽത്തിയായിട്ടുള്ളത്. നമ്മൾ പോകുന്നതിന് മുമ്പ് ഒരു മെഡിക്കൽ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യും. അവരുടെ കണ്ടീഷൻ ഓക്കെ ആണെന്ന് നോക്കും. നമ്മളോടൊപ്പം ഒരു മെഡിക്കൽ ഡോക്ടറും ഒരു നഴ്സും കൂടെ ഉണ്ടാവും. ഓരോ അമ്മയ്ക്കും ഓരോ കോർഡിനേറ്റർ എന്ന നിലയ്ക്ക് നമ്മൾ 35 പേരോളം അവരുടെ കൂടെ ടീമായിട്ട് നമ്മൾ പോകുന്നുണ്ട്. അവരുടെ എല്ലാവിധ ഉത്തരവാദിത്തങ്ങളും 2 ദിവസം നമുക്ക് തന്നെയായിരിക്കും, എല്ലാ ചിലവും കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് മാക്സിമം അമ്മമാരിലേക്ക്, നമുക്ക് നമ്മുടെ പ്രായത്തിലുള്ളവർക്കെല്ലാം സോഷ്യൽ മീഡിയ, യൂട്യൂബ് ഇങ്ങനെയുള്ള എല്ലാം ഉണ്ടാകും. പക്ഷേ അമ്മമാരെ സംബന്ധിച്ച് വാർത്തകരിക്കുന്നവർക്ക് എപ്പോഴും പത്രമാധ്യമങ്ങളായിരിക്കും ഒരു നേരം പോക്കും ലോകത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ ഉള്ളൊരു മാധ്യമം. അപ്പം നിങ്ങൾ ഞങ്ങളുടെ ഈ ഒരു സംരംഭത്തിന് നിങ്ങളെ കൊണ്ടാവുന്ന സഹായങ്ങൾ ചെയ്യുക.
രണ്ട് വാക്ക് സംസാരിക്കാൻ മാനേജിംഗ് ഡയറക്ടർ ഗീത രാധാകൃഷ്ണൻ. മോർണിംഗ് ഓൾ. എൻ്റെ പേര് ഗീത രാധാകൃഷ്ണൻ എന്നാണ്. മൈ ഹസ്ബൻഡ് ഈസ് രാധാകൃഷ്ണൻ. ഞാൻ പുള്ളിയോട് വളരെ കാലമായിട്ട് പറയുകയാണ്, എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. എനിക്ക് കൂടുതൽ സംസാരിക്കാൻ കഴിയില്ല. ചേച്ചി എപ്പോഴും അമ്മയ്ക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത കാര്യം ഓർത്ത് എന്ത് കാര്യം പറയുമ്പോഴും ചേച്ചിക്ക് വേഗം കരച്ചിൽ വരും. ആ ഒരു സങ്കടത്തിൽ നിന്നാണ് ഇനി അങ്ങനെ ഒരു കുറ്റബോധം മനസ്സിൽ നിന്ന് മായുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ ഒരു സംരംഭത്തിൻ്റെ ആലോചന തന്നെ തുടങ്ങുന്നത്. എല്ലാ വർഷവും നമുക്കിത് കൂടുതൽ മെമ്പേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമസ്കാരം. എൻ്റെ വൈഫിൻ്റെ വലിയൊരു ആഗ്രഹമാണ് സബലീകരിക്കാൻ പോകുന്നത്. ഈ പ്രോജക്റ്റ് എന്താണെന്ന് വെച്ചാൽ നിർധനരായ 10 അമ്മമാരെ നമ്മുടെ ചെലവിൽ വിമാനയാത്ര പറപ്പിക്കുക എന്നാണ് നമ്മുടെ ഉദ്ദേശം. അതിന് വേണ്ടി ഉള്ള മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. എല്ലാവർക്കും ഇതിൻ്റെ ഒരു പ്രൂഫ് തരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിക്കുക. മാക്സിമം ഞങ്ങളുടെ ഈ സംരംഭത്തിൻ്റെ ഒപ്പം നിൽക്കുക. ഇന്നിവിടെ വന്ന ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് വന്ന എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെയും ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെയും പേരിൽ നന്ദി പറയുന്നു.